നമ്മുടെ നാട് ഒരു വലിയ ദുരന്തത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ഈ ഒരു സമയത്ത് തീർച്ചയായും നമ്മുടെ സഹജീവികളെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്, നമ്മുടെ കടമയാണ്, നമ്മുടെ ദൗത്യമാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ഞാൻ പറയുന്നു, നിങ്ങളാൽ കഴിയുന്ന ചെറിയ സഹായങ്ങൾ തീർച്ചയായും വയനാടിന് എത്തിക്കണം, അല്ലെങ്കിൽ അത്തരത്തിൽ എവിടെയൊക്കെ ആവശ്യമുണ്ട് അവിടെയൊക്കെ എത്തിക്കണം. അതിനു മുമ്പായി ചില ചെറിയ നിർദ്ദേശങ്ങൾ ഒന്ന് തരികയാണ്. അർഹമായ കൈകളിലേക്കാണോ ഇതൊക്കെ എത്തുന്നതെന്ന് കൃത്യമായിട്ട് ഉറപ്പിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. പ്രത്യേകിച്ച് വിദേശീയരെ ആൾക്കാരൊക്കെ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ അകമഴിഞ്ഞ് സഹായിക്കാറുണ്ട്. ക്ഷീരമുള്ളവർ അകിഴിൻ ചൂട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന രീതിയിൽ ഏതിലും ബിസിനസ് കണ്ടെത്തുന്നവർ, ഏതിലും ലാഭം കണ്ടെത്തുന്നവർ നമുക്ക് ചുറ്റിലുമുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഇത്തരത്തിലുള്ള നോൺ ഗവൺമെന്റൽ അസോസിയേഷനിലേക്ക്, സന്നദ്ധ സംഘടനകളെന്ന വ്യാജനയുള്ള അക്കൗണ്ടുകളിലേക്ക്, ആൾക്കാരിലേക്ക് പണം അയച്ചു കൊടുക്കും. ഇത് അർഹമായ കൈകളിൽ എത്തുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, നിരവധി സാധനങ്ങൾ, നിരവധി പണം ഇത്തരത്തിൽ പാവപ്പെട്ടവന്റെ മുഖം കാണിച്ചുകൊണ്ട്, ദയനീയത കാണിച്ചുകൊണ്ട് സ്വന്തമാക്കുന്ന ചില ചെകുത്താന്മാർ നമുക്കിടയിൽ ചാരിറ്റി പ്രവർത്തകർ എന്ന പേരിലുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നൽകുന്ന പണം അർഹമായ കൈകളിലേക്ക് എത്തണം. നിങ്ങൾ നൽകുന്ന സാധനങ്ങൾ അർഹമായ കൈകളിലേക്ക് എത്തണം. വയനാട് പോലുള്ള സ്ഥലത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങൾ തുടങ്ങി വയോവൃദ്ധൻ വരെ വസ്ത്രമില്ലാതെ, ആഹാരമില്ലാതെ, വെള്ളമില്ലാതെ, മറ്റ് അത്യാവശ്യ സാധനങ്ങളില്ലാതെ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ ഏതെങ്കിലും ഒരിടത്തേക്ക് മാത്രം ഡംപ് ചെയ്യപ്പെടുകയും അവിടെ കുറെ ആൾക്കാരെടുക്കും. അർഹരായ കൈകളിലേക്കാണോ എത്തുന്നത് നമുക്കറിയില്ല. പലപ്പോഴും ഒറ്റപ്പെട്ട് കിടക്കുന്ന പല ആൾക്കാർക്കും സാധനങ്ങൾ കിട്ടാറില്ല. വർഷങ്ങൾക്ക് മുമ്പ് 2018 പ്രളയത്തിൽ ഇത്തരത്തിലുള്ള ഒരവസ്ഥയിൽ കൊച്ചിയിൽ ഞങ്ങൾ പെട്ടുകഴിഞ്ഞപ്പോൾ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള സാധനങ്ങൾ ചെയ്ത് ഞങ്ങൾ സാധനങ്ങൾ കളക്ട് ചെയ്യുകയും ഞങ്ങൾ തന്നെ ഒരു സംഘമായി തീർന്ന് ഡയറക്റ്റ് തന്നെ ഓരോ ഇടങ്ങളിൽ എത്തിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഞങ്ങൾക്ക് കൊച്ചിയിലായതുകൊണ്ടായിരിക്കും അങ്ങനെ എത്തിക്കാൻ പറ്റിയത്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കണം എന്നില്ല, അല്ലെങ്കിൽ സാധിക്കണമെന്നില്ല. സ്വാഭാവികമായും നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ആൾക്കാരെയോ നിങ്ങൾക്കറിയാത്ത ആൾക്കാരെയൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കും, ഫേസ്ബുക്ക് വഴി, സോഷ്യൽ മീഡിയ വഴിയൊക്കെ സഹായങ്ങൾ ചോദിച്ചുകൊണ്ട്. ഇത്തരം ആൾക്കാരുടെ കള്ളനാണയങ്ങളെ തിരിച്ചറിയണം. ഒരുപാട് നല്ല നാണയങ്ങളുണ്ട്, കള്ളനാണയങ്ങളാണ് ഏറെയും. ഈ കള്ളനാണയങ്ങളെ തിരിച്ചറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു വലിയ കാരുണ്യം അർഹരായ വ്യക്തികളിലേക്ക് എത്തില്ല എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. സന്നദ്ധ സംഘടനകൾ തന്നെ ഒരുപാട് തരങ്ങളുണ്ട്. വ്യക്തികൾ നടത്തുന്ന സന്നദ്ധ സംഘടനകളുണ്ട്, കടലാസിൽ മാത്രമുള്ള സന്നദ്ധ സംഘടനകളുണ്ട്. ഈ സമയത്താണ് അവർ ഉണർന്ന് പ്രവർത്തിക്കുക. കാരണം മനുഷ്യന്റെ കരുണ, മനുഷ്യന്റെ കാരുണ്യമൊക്കെ മുതലെടുക്കുവാൻ കൃത്യം അറിയാവുന്നവരാണ് ഇവരൊക്കെ. കഴിഞ്ഞ ദിവസം തന്നെ വയനാട്ടിൽ നിന്ന് ഒരാളുടെ ഒരു പ്രത്യേക മെസ്സേജ് ഉണ്ടായിരുന്നു. ഇനിയെങ്കിലും ഞങ്ങൾക്ക് സഹായം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അത് അവരെ ഏൽപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിരവധി ആൾക്കാർ ഇതിനെ മുതലെടുക്കുവാനായിട്ട് നിൽക്കുന്നുണ്ടെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി, പ്രധാനമന്ത്രി ദുരിതാശ്വാസ നിധിയൊക്കെ നിങ്ങൾക്ക് പണമടയ്ക്കാവുന്നതാണ്. അത് എങ്ങനെ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒപ്പം തന്നെ ഔദ്യോഗികമായിട്ട് തന്നെ വയനാട് കളക്ടറേറ്റിൽ ഇതിന്റെ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവധ വഴി നീങ്ങാവുന്നതാണ്. പരമാവധി നിങ്ങളുടെ ദൂതന്മാർ വഴി നേരിട്ട് എത്തിക്കുന്നതിനായിരിക്കും നല്ലത്. പിന്നെ ഇപ്പോൾ നിങ്ങളുടെ അസോസിയേഷൻ, നിങ്ങളുടെ ക്ലബ്ബോ നിങ്ങളുടെ സംഘടനയൊക്കെ ഉണ്ട്, അവർ പിരിക്കുന്നത് നല്ലത് തന്നെയാണ്. കാരണം അവർ കൃത്യമായിട്ട് നിങ്ങളെ പിരിച്ചിട്ട് കണക്ക് കാണിക്കുന്നതാണ്, കൃത്യമായിട്ട് അക്കൗണ്ടബിലിറ്റി ഉള്ളതാണ്. പക്ഷേ പലപ്പോഴും നിങ്ങൾ അപരിചിതരായ ആൾക്കാർക്കാണ് പണം അയച്ചു കൊടുക്കുന്നതെങ്കിൽ എത്രത്തോളം അത് അർഹമായ കൈകളിലേക്ക് എത്തുമെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കരുണ, നിങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കപ്പെടുമ്പോൾ അത് അർഹമായ കൈകളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഈ ഒരു മെസ്സേജ് നിങ്ങൾ ഷെയർ ചെയ്യപ്പെടണം. കാരണം ഒരുപക്ഷെ ഇത് കാണുന്നവർ എന്നെ തെറിവിളിച്ച് സഹായിക്കാൻ വരുന്നവരെ കൂടെ നീ നിരുത്സാഹപ്പെടുത്തുകയാണെന്ന് ചോദിച്ചുകൊണ്ട് ഒരിക്കലുമല്ല. ഇത്തരം കാര്യത്തിൽ ഞാനും മുന്നോട്ട് വരുന്നുണ്ട്. ഞാനിന്നൊരു മെസ്സേജ് ഇട്ട ശേഷം എന്നെയും കുറേ ആൾക്കാർ വിളിച്ചിരുന്നു. എൻ്റെ പേരിൽ പണം അയക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എനിക്ക് നേരിട്ട് അവിടെ പോകാൻ പറ്റുകയില്ല. എങ്കിലും വഴികൾ കാണിച്ചു തരിക എന്നുള്ള നിർദ്ദേശം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥലങ്ങൾ വഴി, നമ്പറുകൾ വഴി നേരിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ദൂതന്മാർ വഴി സഹായം അവിടെ എത്തിക്കണം. ഏറ്റവും സഹായം ആവശ്യമുള്ള ഒരു സമയമാണിപ്പോൾ. തീർച്ചയായും നിങ്ങളുടെ സഹായത്തിനായി, നിങ്ങളുടെ സ്നേഹത്തിനായി, നിങ്ങളുടെ കരുണയ്ക്കായി, നിങ്ങളുടെ ഐക്യദാർഢ്യത്തിനായി വയനാട് കാത്തിരിക്കുകയാണ്. എല്ലാവരും അകമഴിഞ്ഞ് സഹായിക്കുക. സഹായിക്കും പ്രത്യേകം ഓർക്കുക, അർഹരായ വ്യക്തികളെ മാത്രമേ നിങ്ങളുടെ സഹായം ഏൽപ്പിക്കാവൂ.